ചാലിയാറിൽ 4ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ തന്നെ ചുങ്കത്തറ കൈപ്പിനിൽ നിന്ന് ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 59 മൃതദേഹങ്ങളും 113 മൃതദേഹ ഭാഗങ്ങളുമാണ് ഈ ചാലിയാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. നിരവധിയായ നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ ചാലിയാറിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുകയാണ്. ഇനിയും മൃതദേഹങ്ങൾ ഈ ചാലിയാറിന്റെ ഇരു കരകളിലും ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പോലീസ്, നേവിയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനൊക്കെ തന്നെ സഹായം തേടിയിട്ടുണ്ട്. ആകാശ നിരീക്ഷണം നടത്തി എവിടെയെങ്കിലും മൃതദേഹം കിടപ്പുണ്ടോ എന്നറിയാനാണ് നിരീക്ഷണം നടത്താനുള്ള ഒരു സേവനം ചോദിച്ചിരിക്കുന്നത്. എനിക്കൊപ്പം 2 പേരും കൂടെയുണ്ട്. ഇവർ കഴിഞ്ഞ 3-4 ദിവസമായി ഈ അപകടത്തെ തുടർന്ന് ഈ ചാലിയാറിന്റെ തീരത്തും ഈ മലമുകളിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തിയ 2 ആളുകളാണ്. ഇദ്ദേഹം പേരെങ്ങനെയാ ചേട്ടാ? സാലി. ഇദ്ദേഹം ഈ തെരച്ചിൽ ഇറങ്ങാൻ തന്നെ ഒരു കാരണമുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഉറ്റവരെയാണ് ആ അപകട സ്ഥലത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയാണ് അവിടെ അപകടത്തിൽപ്പെട്ടേക്കുന്നത്? എൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ടുള്ള മുണ്ടക്കൈ ഭാഗത്തേക്കാണ്, മേപ്പാടി പൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവരുടെ മൂത്തമ്മയുടെ റിലേഷനിൽ, അതായത് മക്കൾ, പേരക്കുട്ടികൾ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട അയൽവാസികൾ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ അവർ നിരന്തരം ഓരോ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് ഇവരെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വരുന്നത്. പിന്നെ ഇന്ന് പറയുന്നത് നമ്മളോട് നിയമപാലകർ പറഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്കാണ് തെരച്ചിലെന്ന്. താഴത്തേക്ക് തിരയാൻ നൂറുകണക്കിന് ആളുകളുണ്ട്. അത് പിന്നെ വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് അല്ലല്ല, ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അറബിക്കടൽ ഭാഗത്തേക്ക് അങ്ങോട്ട് 40 കിലോമീറ്റർ തിരയാന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് നിയമപാലകർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ മേലോട്ട് തന്നെയാണ് ബോഡി ഉള്ളത്. ഇപ്പം ഇന്നലെ പോയ കലക്കംപോയ, അരണപ്പുഴ, പിന്നെ അതുപോലെ അങ്ങോട്ട് സൂചിപ്പാറ ഭാഗത്തേക്കാണ് ബോഡികൾ കിടക്കുന്നത്. അതൊരു കറക്റ്റ് നല്ല ടീമിനെ, 2-3 ടീമിനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫോറസ്റ്റ് അധികൃതരെയും അല്ലെങ്കിൽ അതിനുള്ള തണ്ടർ ബോൾട്ടിൻ്റെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോട് കൂടിയുള്ള തെരച്ചിൽ 1-2 ദിവസങ്ങൾ തെരൽ നിർബന്ധമാണ്. അങ്ങനെ തെരഞ്ഞെങ്കിൽ ഇത് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊരു കാര്യം ബാക്കിയാണ്, അവിടെ ബോഡി ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇന്നലെ അവിടെ എത്തിയെന്ന് പറയുന്ന സൂചിപ്പാറ എത്തിയെന്ന് പലരും പറയുന്നുണ്ട്. ആരാ പറയുന്നത്? അത് എത്തിയിട്ടില്ല. ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട് അതിന്റെ കൂടെ, അവിടെ എത്തിയിട്ടില്ല. അത് അപ്പൊ നിങ്ങൾ ഈ ഇന്നലെ കലക്കംപോയിന്റെ മേലേക്കാണ് പോയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം പോയിക്കണ്. എന്നിട്ട് ഓരോട് വീഡിയോ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ തീരുമാനം എന്താ വെച്ചാൽ ഇന്നൊരു കറക്റ്റ് നീന്താനും അതേമാതിരി കാടിനെ കുറിച്ച് അറിയുന്നവരെ കുറിച്ച് ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കൂടി ഒരു 10-20 ആള് ഓൾറെഡി സെറ്റാക്കി വെച്ചിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. പക്ഷെ ഓല് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴത്തേക്ക് നോക്കാനാണ് പറയണത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് മേലേക്ക് പോയാൽ ഇനിയും ബോഡി ഉണ്ട് എന്നുള്ളത് ഷുവറാണ്. അത് കരുതിക്കാണ്ട് ഫോറസ്റ്റുകാരും പോലീസുകാരും തെരഞ്ഞിട്ടില്ല എന്നല്ല നമ്മൾ പറയണത്. ഓരോ ബെസ്റ്റ് നല്ലോണം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് അറിയണ ഒരാൾക്കാർ എന്നുള്ള നിലക്കാണ് നമ്മൾ പറയണത്. കാരണം നമുക്ക് കറക്റ്റ് അറിയോ ഇവിടെ ഉള്ളത് എങ്ങനെയാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു പോയി നമുക്ക് ആ തുരുത്തിൽ അവിടേക്ക് പോകുന്നത് കുറച്ച് റിസ്ക് ആണ്. ഇന്നലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു നല്ല ഒഴുക്കുണ്ട്, ഈ കലക്കമ്പുഴയൊക്കെ മുറിച്ച് കടക്കണമെങ്കിൽ അപകടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. കലക്കമ്പുഴന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫുള്ള് കല്ല് മാത്രമേ, കല്ലുമ്മ കൂടെയാണ് പോയി വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ചാടാനോ നീന്താനോ കഴിയൂല. അപ്പം അതിനനുസരിച്ച് എവിടെയാണോ കുറച്ചൊരു കല്ല് കമ്മില്ലത് അവിടെ പോയിട്ട് അത് വില കുറിയാൻ കഴിയുള്ളൂ. കലക്കമ്പുഴ മുറിച്ചു കിടക്കാന കലക്കമ്പുഴയിൽ മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയിട്ട് ഒരു മരം വെട്ടിയിട്ടിട്ട് അത് ക്രോസ് ചെയ്തിട്ട് കലക്കമ്പുഴ കടന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കലക്കമ്പുഴ കടക്കാൻ പറ്റും, കാരണം അന്നത്തെ വെള്ളം ഇന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി കലക്കമ്പുഴ കടക്കാതെ പോകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ചാലിയാറിന്റെ അപ്പുറം ചാടിയിട്ട് മേലോട്ട് പോവാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എന്തെങ്കിലും റെഡിയാണോ? ഞങ്ങൾ പോകാൻ റെഡിയാണ്. ഞങ്ങൾക്ക് ഒരു അപേക്ഷ ഉണ്ട്. ഒരു അപേക്ഷ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊന്നും ഇപ്പോൾ ദയവ് ചെയ്ത് ആരും ഉന്നയിക്കരുത്. ആ തടസ്സങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് പോവാൻ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ, എന്നും നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യം അതാണ്. ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡികൾ, വിസിബിളായിട്ടുള്ള ബോഡികൾ അതെങ്കിലും എടുക്കാം. നമ്മൾ മണ്ണിന്ന് മാന്തി എടുക്കണം എന്നല്ല പറഞ്ഞത്, സെൻസ് ചെയ്താണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ മരത്തിന്റെ ഇടയിലും നമുക്ക് കാണുന്ന സ്ഥലത്തും ബോഡി കണ്ണുകൊണ്ട് കാണുന്ന സ്ഥലത്ത് ബോഡികൾ എടുത്തുകൊണ്ടുവരാം. നാളെ മറ്റന്നാൾ ആദിവാസികൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലൂടെ പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ വരും. കാരണം ആദിവാസികൾക്ക് പിന്നെ എന്നും പോകുന്ന, അവർ തേനെടുക്കാനും അങ്ങനെ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഇതും കാണുന്നൊരവസ്ഥ നാളെ വരാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ഉറ്റവരും ഉടയവരുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഉറക്കത്തിലും ഇതാണ് കാണുന്നത്, രാവിലെ എണീക്കുമ്പോൾ ഇതാണ് മനസ്സിൽ ഈ ബോഡികളുടെ ചിത്രമാണ്, ഈ കുടുംബങ്ങൾ വിളിക്കുന്ന ഈ ഒരു ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇപ്പോഴും പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് വിടാനുള്ള, നിങ്ങൾ കൂടെ പോന്നോളൂ, ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിക്ക് പറയുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് പണ്ടൊക്കെ പോയ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ആ പൊയ്ക്ക് ചാടുന്ന ഞങ്ങളാണ്. നിങ്ങൾ ആ വിഷ്വൽ എടുത്തിട്ടെന്ന് പറഞ്ഞു. ആ പൊയ്ക്ക് ചാടുമ്പോൾ ആ പൊയ്യിൽ എന്താ അവസ്ഥ, ഉരുള് പൊട്ടി നിൽക്കുക, ഒരു ബോട്ടോ ഒന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ താടി ആ തിരുത്ത് പോയി ബോഡി എടുത്ത ആളാണ്. നമ്മൾ നിങ്ങളോട് ഈ സംഭവം പറയണമെന്ന് എന്താ വെച്ചാൽ, നമുക്ക് അങ്ങോട്ട് കറക്റ്റ് പോകാനുള്ളൊരു ഇത് അധികാരികൾ തരികയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നാമത് ഈ സ്ഥലങ്ങൾ ഫുൾ അറിയും. പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇന്ന് വിളിച്ചിട്ടില്ലത് എന്താ വെച്ചാൽ ഞങ്ങൾ ഉദരംപോയിലും അതേമാതിരി കാളിയാവക്കൽ അതിനനുസരിച്ചുള്ള ആൾക്കാരാണ്. കാരണം നമ്മളിപ്പോൾ എക്സ്പേർട്ടായിട്ട് ഇതിനെ ഫുള്ള് കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. ഓൾക്ക് നീന്താൻ ഇപ്പം അന്ന് എൻ്റെ ഫസ്റ്റ് ഒരു ചാടിയ ആൾ ന്യൂമാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. മൂപ്പര് ചാടിയ പിന്നെ രണ്ടാമത് ചാടിയത് ഞാനാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ നമുക്ക് എവിടേക്കും എത്തിപ്പെടാൻ പറ്റും. മനസ്സിലായോ? അല്ലാതെ ഒരു 100 ആൾ പോയിട്ട് പോയ കാണുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ 100 ആൾ ഇവിടെ നിന്ന് കണ്ട് അവിടെ ഒരു 15 ആൾ ഇങ്ങനത്തെ ആൾക്കാരല്ല നമ്മൾ പോണത്. നമുക്ക് എന്താ വെച്ചാൽ ഇത് നമ്മളെ മനസ്സിൽ നിന്ന് സാലിമ് പറഞ്ഞ മാതിരി ഇനി അവിടെ ഒരു ബോഡി ഇല്ല എന്നുള്ള സാധനത്തിൽ നാട്ടുകാർക്ക് ഇങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ഇൻറ്റൻറ്റ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവരൊക്കെയാണ് നാടിന്റെ നന്മയെന്ന് പറയുന്നത്. ഇവർ ഈ വനത്തിലൂടെ കയറി വയനാടിന് അതിർത്തിയെ സൂചിപ്പാറ വരെ പോകാൻ തയ്യാറാണ്. പക്ഷേ വനം വകുപ്പൊക്കെ തന്നെ അനുമതി കൊടുക്കണം. തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ളവർ സുരക്ഷ ഒരുക്കണം. മാവോയിസ്റ്റ് സ്വാധീന മേഖലയാണ്, മറ്റ് വന്യമൃഗം ഇറങ്ങുന്ന സ്ഥലമാണ്, കാലാവസ്ഥ പ്രതികൂലമാണ്, മഴയുണ്ട്, വെള്ളം ഒഴുക്കുണ്ട്. അതുകൊണ്ട് അവരുടെ സുരക്ഷ കൂടെ നൽകുകയാണെങ്കിൽ, അവരുടെ സമ്മതം കിട്ടുവാണെങ്കിൽ ഇവർ അവിടെ പോയി പുറത്ത് കാണുന്ന മൃതദേഹങ്ങൾ പൂർണ്ണമായി എടുക്കാൻ ഇവർ സജ്ജരാണെന്ന് പറയുന്നു. ഇനി മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലമ്പൂരിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് റിപ്പോർട്ടർ.